ചർച്ചിലോ മോസ്കിലോ പോയി അവിടെ നടക്കുന്ന ഗാനമേളയ്ക്കിടയിൽ കൊടിയും ഈങ്കുലാബും വിളിക്കാൻ സഖാക്കന്മാർക്ക് ചങ്കൂറ്റമുണ്ടോ? ഇല്ല. എന്നാൽ ക്ഷേത്രത്തിൽ ചങ്കൂറ്റമുണ്ട്. കാരണം ക്ഷേത്രം അവരുടെ കൈകളിലാണ്. ഇനി കൂട്ടത്തിലുള്ള ഹിന്ദു സഖാക്കന്മാർ പണ്ടാരോ പറഞ്ഞതുപോലെ അയയിലിട്ട എന്തോ പോലെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. സഖാക്കൾ ക്ഷേത്രഭരണം നടത്തിയാലുള്ള അവസ്ഥ. കടക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രശസ്തമായ തിരുവാതിര മഹോത്സവത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. അതിന്റെ ഭാഗമായി നടത്തുന്ന കലാപരിപാടികളിലൂടെ വിശ്വാസികളെ പരിഹസിക്കുന്ന CPM നിലപാട് വലിയ പ്രതിഷേധമുയരുകയാണ്. DYFI നേതാവ് കൂടിയായ ഗായകൻ അലോഷിയുടെ ഗാനമേളയിലാണ് പുഷ്പനെ അറിയാമോ എന്ന പാട്ടുപാടി വേദിയിൽ അരിവാൾ ചുറ്റിക പതിച്ച ചെങ്കൊടിയും DFI പതാകയും ഉയർത്തിയതും. അപ്പോഴൊക്കെ DYFI സിന്ദാബാദ് എന്ന അലോഷി ആവേശത്തോടെ പാടുന്നുണ്ടായിരുന്നു. ഇതേ ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് രാഷ്ട്രീയ പരിപാടികൾക്ക് നൽകേണ്ടതില്ല എന്ന ഹൈക്കോടതി വിധിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിന്റെ വേദി മാറ്റിയത്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവമാണ് കടക്കൽ തിരുവാതിരയും നെടുംകുതിരയെടുപ്പും. ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കടക്കൽ ദേവീക്ഷേത്രം കാലങ്ങളായി CPM നേതൃത്വം പാർട്ടി സ്ഥാപനം പോലെ കൈവശം വച്ചിരിക്കുകയാണ്. പാർട്ടി ഏരിയ നേതൃത്വം നിശ്ചയിക്കുന്നതാണ് ഉപദേശക സമിതി. അല്ലാത്തവരെ അടുപ്പിക്കുക പോലുമില്ല. ഉത്സവത്തോട് അനുബന്ധിച്ച് അന്നദാനം, വൈദ്യുതി ദീപാലങ്കാരം, തറലേലം എന്നിവയിൽ കോടികളുടെ വരുമാനമുള്ള കടക്കൽ തിരുവാതിരയെ വലിയ ചാകരയായാണ് CPM കാണുന്നത്. 14 ദിവസത്തെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള മേളകളിൽ നിന്നും ലക്ഷങ്ങളുടെ വരുമാനമാണ് ലഭിക്കുന്നത്. എന്നാൽ പണം പിരിക്കുന്നതിനോ ചെലവാക്കുന്നതിനോ കടക്കൽ ക്ഷേത്രത്തിൽ മാത്രം ദേവസ്വം ബോർഡിന് മറ്റൊരു നയമാണ് എന്ന ആക്ഷേപവും നിലനിൽപ്പുണ്ട്. മൈക്ക് സൈറ്റ് പ്രവർത്തിപ്പിക്കുന്നതിനും മറ്റിടങ്ങളിലെ പോലെ ഇവിടുത്തെ പോലീസിന് സമയക്രമം തടസ്സമില്ല. പണപ്പിരിവിനും വിരട്ടലിനുമായി 17ലധികം കേസുകളിൽ പ്രതിയായ പോലീസ് ഗുണ്ടാപ്പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള DYFI നേതാവ് കടക്കൽ സോജ മന്ദിരത്തിൽ വികാസിനെയാണ് പാർട്ടി ഉപദേശക സമിതി പ്രസിഡന്റായി നിയോഗിച്ചിട്ടുള്ളത്. മുൻ വർഷങ്ങളിലും വിപ്ലവഗാനങ്ങളിലും ആഭാസ നൃത്തവുമായി പാർട്ടി സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ മുദ്രാവാക്യവും കൊടികളുമായി എത്തി ക്ഷേത്ര സംഗീതം മലിനമാക്കിയത് ആദ്യമായാണ്. ഇതിൽ പ്രതിഷേധവും ശക്തമാണ്. കൊല്ലം കടക്കൽ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗാനമേളയിൽ ആലപിച്ചത് പാർട്ടി സൂക്തങ്ങൾ. രാഷ്ട്രീയ പ്രചരണത്തിന് ക്ഷേത്രങ്ങളെ വേദികളാക്കരുത് എന്ന ഹൈക്കോടതി വിധിയെ ഇവിടെ അവഗണിച്ചാണ് DYFI സിന്ദാബാദും പുഷ്പനെ അറിയാമോ എന്നും ലാൽ സലാം തുടങ്ങിയ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രചരണ ഗാനങ്ങൾ കടക്കൽ ദേവി ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചത്. DYFI CPM പാർട്ടി ചിഹ്നങ്ങളും കൊടികളും പ്രദർശിപ്പിച്ച് വിപ്ലവ ഗാനങ്ങൾ ആലപിച്ച് ഗാനമേള നടത്തിയതിനെതിരെ ശക്തമായ വിമർശനം കടക്കൽക്കാർ ഉയർത്തുകയാണ്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചിരുന്നു. രാഷ്ട്രീയ പ്രചരണത്തിന് ക്ഷേത്രങ്ങളെ വേദികളാക്കരുത് എന്ന ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ വിധിയെ മറികടന്നാണ് കടക്കൽ ദേവി ക്ഷേത്രത്തിൽ ഇടത് വിപ്ലവ ഗാനങ്ങൾ കോർത്തിണക്കി ഗാനമേള അരങ്ങേറിയത്. LED വാളിൽ ചിഹ്നങ്ങളും DYFI ചിഹ്നങ്ങളും കൊടികളും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഗായകൻ അലോഷി ക്ഷേത്രോത്സവ വേദിയിൽ വിപ്ലവ ഗാനങ്ങൾ ആലപിച്ചത്. DYFI സിന്ദാബാദ്, പുഷ്പനെ അറിയാമോ, ലാൽ സലാം തുടങ്ങിയ ഗാനങ്ങൾ പാടുന്നതിന് മറ്റു പല വേദികളും ഉള്ളപ്പോഴാണ് കടക്കൽ ദേവി ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ആഭാസകരമായ രീതിയിൽ കലാപരിപാടി അവതരിപ്പിക്കപ്പെട്ടത്. ക്ഷേത്രങ്ങളിലും വിവിധ ആരാധനാലയങ്ങളിലും ഉൾപ്പെടെ പാർട്ടിയുടെ സ്വാധീനവും ഇടപെടലും കൂടുതൽ സജീവമാക്കി പിടിമുറുക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് കടക്കൽ തിരുവാതിര ആഘോഷത്തിൽ വിപ്ലവ ഗാനാലാപനം ഉണ്ടായത്. കടുത്ത ഭാഷയിൽ തന്നെയാണ് ഇതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നത്. ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയാണോ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത്, പുഷ്പനെ അറിയാമോ എന്നൊക്കെ പാടുന്നത് എന്ന് VD സതീശൻ ചോദിച്ചിരുന്നു. പാർട്ടി സ്വാധീനം ഉറപ്പിച്ച പ്രചാരണത്തിന് ക്ഷേത്രങ്ങളെയും ആരാധനകളെയും പ്രയോജനപ്പെടുത്താനുള്ള CPM തന്ത്രത്തിനെതിരെ വിശ്വാസ സമൂഹത്തിൽ നിന്നും വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഇവിടെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം പാർട്ടി സമ്മേളനത്തിൽ പോലും നന്ദികേശനെ അപഹസിക്കുന്ന ഒരു പരിപാടി സഖാക്കന്മാർ നടത്തിയിരുന്നു. ഓണാട്ടുകരയുടെ ഒരു കലാരൂപം എന്ന് പറയാൻ പറ്റില്ല, അവിടുത്തെ വളരെ പരിപാവനമായി കരുതുന്ന നന്ദികേശ വിഗ്രഹത്തിന്റെ തലയ്ക്ക് മുകളിൽ ചെങ്കോടി വെച്ചാണ് പാർട്ടി സമ്മേളനത്തിൽ സഖാക്കന്മാർ ഹിന്ദു വിശ്വാസത്തെ അവഹേളിച്ചത്. എന്തായാലും ഹിന്ദു വിശ്വാസത്തെ ഇത്തരത്തിൽ തുടർച്ചയായി യാതൊരു മടിയുമില്ലാതെ അവഹേളിക്കുന്ന ഇവർക്ക് പള്ളിയിലോ ചർച്ചിലോ പോയി ഇത്തരത്തിൽ കലാപരിപാടികൾക്കിടയിൽ വിപ്ലവഗാനം പാടാൻ ധൈര്യമുണ്ടോ എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.